പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പോളണ്ട് എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ്. അതുപോലെ യൂറോപ്പിലെ കണക്കെല്ലാം പറയുന്ന എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ വീക്കിലിയാണ്. പിന്നെ മറ്റുള്ള ഡെയിലികളും ഫിനാൻഷ്യൽ ഡെയിലികൾ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് യൂറോപ്പിൽ ഏറ്റവും വലിയ ശക്തമായ രാഷ്ട്രമായി പോളണ്ട് മാറാൻ പോവുകയാണ് വെരി ഷോർട്ടായി. മനസ്സിലാക്കേണ്ടത് യൂറോപ്പിലെ ഏറ്റവും ശക്തമായ എക്കോണമി ജർമ്മനിയാണ്. അതിനെ പുറകിലാക്കി പോളണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് വരും. ഇനി വലിയ സമയമൊന്നും എടുക്കത്തില്ല. 4-5 വർഷം കൊണ്ട് ഇത് ജർമ്മനിയുടെ മുന്നിലെത്തുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് മറ്റൊരു സംഭവം പറയുന്നു. യൂറോപ്പിലുള്ള പല കമ്പനികളും ഈ യൂറോപ്പ് വിട്ട് പോവുകയാണ്. അവരെല്ലാം വരുന്ന പോളണ്ടിലോട്ടാണ്. ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടി വെച്ചിട്ടാണ് ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആയിട്ട് പോളണ്ടിനെ കണക്കാക്കുന്നത്. വലിയ രീതിയിലാണ് എക്കോണമി. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2004 പോളണ്ട് യൂറോപ്യൻ യൂണിയനിൽ അംഗമാകുന്നത്. അതിനുശേഷം കഴിഞ്ഞ 20 വർഷം കൊണ്ടാണ് പോളണ്ടിൽ ഇത്ര വലിയ ചേഞ്ചസ് ഉണ്ടാകുന്നത്. വലിയ ദീർഘമായിട്ട് പോയ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു. അതിനുശേഷമാണ് കമ്മ്യൂണിസം മാറിയിട്ട് അവർ ക്യാപിറ്റൽ റിഫോംസും സ്ട്രക്ചറും എക്കണോമിക് റിഫോംസും പൂർണ്ണമായിട്ട് അവർ കൈവരിച്ചിട്ട് ആ രീതിയിലോട്ട് പോളിസി ചേഞ്ച് ആക്കി. പിന്നീടാണ് അവർ ചെയ്തത്. 2004 ഇവർ ചെയ്ത് യൂറോപ്യൻ യൂണിയൻ അംഗമായപ്പോൾ യൂറോപ്യൻ ഫണ്ട് വാങ്ങി. എന്നിട്ട് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ, അത് അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവനും മാറ്റി. അങ്ങനെയാണ് ഇന്ത്യയും ഗ്രോ ചെയ്ത് അടിസ്ഥാന സൗകര്യങ്ങൾ മാറ്റി. അതേപോലെ തന്നെ സ്കൂളിങ്ങും പബ്ലിക് എഡ്യൂക്കേഷനും ഇൻസ്റ്റിറ്റ്യൂഷൻസ് പുതിയ രീതിയിലാക്കിയെടുത്തു. കാരണം കംപ്ലീറ്റ് കമ്മ്യൂണിസം രീതിയിലായിരുന്നു. അതിനെ മാറ്റി പുതിയ ലോകത്തിന് വേണ്ടി എന്താ സംഭവം വേണ്ട ആ രീതിയിൽ അതിനെ മാറ്റിയെടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയും കൂടെ കൂടിച്ചേർന്നപ്പോഴാണ് ഇത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആയിട്ട് മാറുന്നത്. ഇനി മനസ്സിലാക്കുക, യൂറോപ്പിനേക്കാളും വലിയ IT ഹബ്ബായിട്ട് പോളണ്ട് മാറുന്നു. പല കാരണങ്ങളുണ്ട്. ഒരു കാരണം മാത്രമല്ല. അതായത് യൂറോപ്പിൽ ഭയങ്കര എക്സ്പെൻസീവാണ് ലേബർ ആണെങ്കിലും ജോലിക്കും മറ്റും. പക്ഷേ പോളണ്ടിൽ അത് വളരെ ചീപ്പാണ് കമ്പയർ ടു വെസ്റ്റേൺ യൂറോപ്പ്. അതായത് നമ്മൾ ഈ പറഞ്ഞ ജർമ്മനി, UK, ഫ്രാൻസ്, അവിടെ രാജ്യങ്ങളെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതിയിൽ താഴെ മാത്രമേ ഉള്ളൂ പോളണ്ടിൽ ഈ പറയുന്നതിൻ്റെ മാൻ പവറിൻ്റെ കോസ്റ്റ്. ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. രണ്ടാമത്തെ കാരണം പോളണ്ടിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, ടാലൻറ്റഡ് ആണ് ഇവർ. അതുകൊണ്ട് ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ 20 വർഷം മുമ്പ് പോളണ്ടിലെ കണക്കെടുക്കുക, അവിടുത്തെ ചെറുപ്പക്കാർ മുഴുവനും ആ രാജ്യം വിട്ടുപോയി. കാരണം അവിടെ തൊഴിലവസരമൊന്നുമില്ല. ആ ചെറുപ്പക്കാർ മുഴുവനും തിരിച്ചു വരിക, റീമൈഗ്രേഷൻ നടക്കുകയാണ് ഇപ്പോഴും. അതായത് ചെറുപ്പക്കാർക്ക്, കാരണം അവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആക്കാൻ തുടങ്ങി. അതേപോലെ പോളണ്ടിലെ പല ഫാക്ടറികളുണ്ട്, അത് മുഴുവൻ അപ്ഗ്രേഡ് ചെയ്ത് പുതിയ രീതിയിലാക്കി. അതായത് ലോകത്തിൽ തന്നെ, യൂറോപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ മിഷനറീസ് ഉണ്ടാക്കുന്ന രാജ്യമാണ് ഈ പോളണ്ട്. അതേപോലെ ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒക്കെ തന്നെ ഈ ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റ് ഉണ്ട്, ട്രെയിനിങ്, അതൊക്കെ പോളണ്ടിൽ നിന്നാണ് വരുന്നത്. കാരണം ഈ പോളണ്ടിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയാൻ സാധിച്ചത്, അപ്പോൾ അംബസിയിൽ നേരത്തെ PR സീനിയറായിട്ട് വർക്ക് ചെയ്ത് ചന്ദ്രേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹം റിട്ടയറായി. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കൂടെ ജോലി കിട്ടി, ജേർണലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം ഈ പോളണ്ടിൻ്റെ വളരെ ദീർഘകാലം പോളണ്ട് എംബസിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ പോളണ്ട് അല്ല ഇന്നത്തെ പോളണ്ട്. പൂർണ്ണമായിട്ട് എക്കോണമി മാറി. ഇനി ഏറ്റവും പ്രധാനമുള്ള കാര്യം അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, പോളണ്ടിൻ്റെ സൈനിക ശക്തി എന്ന് പറയുന്നത്, നാറ്റോ രാജ്യങ്ങളിൽ ഏറ്റവും ശക്തമെന്ന് പറഞ്ഞാൽ അമേരിക്ക. കാരണം മാൻ പവർ അനുസരിച്ച് രണ്ടാമത്തെ ഏറ്റവും വലിയ ശക്തമായ രാജ്യം ഏതാണ്? ടർക്കിയാണ്, മാൻ പവർ അനുസരിച്ച്. അതായത് എക്യുപ്മെൻസിലല്ല, മാൻ പവറിൽ. എക്യുപ്മെൻസിൽ മറ്റുള്ള രാജ്യം. പക്ഷേ ഇപ്പം പുതിയ കണക്കുകൾ വരുന്ന നാറ്റോ രാജ്യങ്ങളിൽ മൂന്നാമത്തെ ഏറ്റവും വലിയ മാൻ പവറിലും എക്യുപ്മെൻസിൽ 2ാം സ്ഥാനമാണ് വരുന്ന പോളണ്ടിന്. അത് ഹ്യൂജ് മാറ്റമാണ്. ഏകദേശം 2 ലക്ഷത്തിലധികം പേര് പോളണ്ടിൽ ഇപ്പോൾ സൈനിക ജോലി ചെയ്യുന്നുണ്ട്, അതായത് പട്ടാളക്കാരുണ്ട്. അവരെത്ര ബില്യൺ, 64 ബില്യൻ്റെ എക്യുപ്മെൻസാണ് അമേരിക്കയിൽ നിന്നും മാത്രം വാങ്ങിയത്. ഹോവിസ്റ്റർ ഗണ്ണും റോക്കറ്റ്സും അപ്പാച്ചെ ഹെലികോപ്റ്ററും, അത് ഫൈറ്റർ ഹെലികോപ്റ്ററും മുഴുവനും അമേരിക്ക. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ട്രംപിൻ്റെ ഡിമാൻഡാണ് ഈ നാറ്റോ രാജ്യങ്ങൾ അവരുടെ ബജറ്റിൽ 2%
കൂട്ടണമെന്നുള്ളത്. അപ്പോൾ നേരത്തെ പോളണ്ട് 4.5% ആക്കി. പോളണ്ട് ഏറ്റവും കൂടുതൽ മറ്റുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നത് ടാഗുകളൊക്കെ വാരി കൂട്ടുവാണ്. ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊറിയ എന്നാണ്. മനസ്സിലാക്കുക, ഇന്ന് യൂറോപ്പിലെ, അതായത് ഡിഫൻസിൻ്റെ അകത്ത് ഫ്രാൻസിനേക്കാളിലും ജർമ്മനിയേക്കാളിലും ഏറ്റവും ശക്തമായ രാജ്യമായി പോളണ്ട് മാറി. അതായത് പോളണ്ടുമായിട്ട് നാളെ റഷ്യ മുട്ടുവാണെങ്കിൽ റഷ്യയുടെ അടപ്പ് തെറിപ്പിച്ചു കൊടുക്കുക. ആ രീതിയിൽ സൈനിക ശക്തി 2 ലക്ഷത്തിലധികം പേര് സൈനികർ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, അതേപോലെ നാറ്റോയുടെ അമേരിക്കയുടെ ട്രെയിനിങ്. കാരണം നാറ്റോ അംഗമാണ് പോളണ്ട്. അതായത് മനസ്സിലായി, ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്തൊരു പാർട്ട് എന്ന് പറയുന്നത്, പോളണ്ടിൻ്റെ ഒരു പോളിസിയുണ്ട്, നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ 2015 ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് റെഫ്യൂജീസിനെ, അസൈലം സീക്കേഴ്സിനെയും കയറ്റിയപ്പോൾ പോളണ്ട് ഒഫീഷ്യലി പറഞ്ഞു അവർ ഒറ്റ ഒരാളെ കയറ്റത്തില്ലെന്ന്. അതായത് ഒറ്റ സമാധാന മതക്കാരെ അവരുടെ രാജ്യത്ത് കയറ്റത്തില്ലെന്ന് പറഞ്ഞു. അതോടുകൂടി മറ്റു രാജ്യങ്ങളെല്ലാം സമാധാന മതക്കാരെ കയറ്റി. അന്ന് ഈ പോളണ്ടിനെ അതിഭയങ്കരമായിട്ട് മാർപ്പാപ്പയും മറ്റുള്ള ആൾക്കാരൊക്കെ ക്രിട്ടിസൈസ് ചെയ്തു. അന്ന് പോളണ്ട് പറഞ്ഞു, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാം, നിങ്ങൾ നോക്കണ്ട. അവരാ നിലപാടാണ് എടുത്തത്. കാരണം ഈ സമാധാന മതക്കാരെ അവിടെ കയറ്റിയില്ല. ഇപ്പോഴും അവർ കയറ്റത്തില്ല. പക്ഷേ അവർ മറ്റുള്ള രാജ്യങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ തയ്യാറാണ്, ഇന്ത്യക്കാർക്കോട് കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് അവരുടെ വെബ്സൈറ്റ് വായിച്ചപ്പോഴും പല ആൾക്കാരോട് ചോദിച്ചപ്പോഴും മനസ്സിലായത്. അതായത് ഞാൻ ഈ പറയുന്ന കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത്, ഈ പല ബിസിനസ്സുകാരായ മലയാളികളാണെങ്കിലും ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിലും പോളണ്ട് എന്ന് പറയുന്ന യൂറോപ്പിനേക്കാളും വലിയ പോസിബിലിറ്റി ഉള്ള രാജ്യമാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി, യൂറോപ്പിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ജർമ്മനിയേക്കാളിലും വലിയ എക്കോണമിയായിട്ട് മാറുമെന്ന് പറയുന്നു. 3-4 വർഷത്തിനുള്ളിൽ IT-യുടെ ഹബ്ബായിട്ട് മാറി, അത് ഔട്ട്സോഴ്സിങ് ഹബ്ബായിട്ട് മാറി. എഡ്യൂക്കേറ്റഡ് ആണ്, അതായത് നല്ല നല്ല രീതിയിൽ മറ്റേ ഈ റേസിസമുള്ള യൂറോപ്യൻസ് ഒന്നും അല്ല അവർ. കുറച്ച് അഡ്വാൻസ്ഡ് ആണ് പോളണ്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഈ പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് പോകുവാൻ താല്പര്യമുള്ളവർക്ക് പോളണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാന്ന്. കാരണം എക്കോണമി അതിശക്തമായിട്ടാണ് മുന്നേറുന്നത്. അതിൻ്റെ സൂചനകളാണ് അവർ ഡിഫൻസിൻ്റെ അകത്ത് പോലും ഇത്രയും സ്പെൻഡിങ് കൊണ്ടുവന്നത്. അതായത് ഹ്യൂജ് സ്പെൻഡിങ്, 64 ബില്യൻ്റെയാണ് അവർ എക്യുപ്മെൻറ്റ്സ് മേടിച്ചേക്കുന്നത്. ഏകദേശം 2 ലക്ഷത്തിലധികമാണ് അവരുടെ പട്ടാളക്കാർ ആക്റ്റീവായിട്ടുള്ള സോൾജിയേഴ്സും, അതിൽ റിസർവ് സോൾജിയേഴ്സിന് 3 ലക്ഷം പേരാണ്. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ രാജ്യം ശക്തമായിരിക്കും. അതായത് ആ രാജ്യം വളരെ ശക്തമായിട്ട്, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എനർജിയുടെ പ്രശ്നമുണ്ട്. അത് പരിഹരിക്കപ്പെടുമെന്നാണ് കഴിഞ്ഞ 20 വർഷം കൊണ്ട് അതിനെ നയിക്കുന്ന ഗവൺമെൻറ് ആണെങ്കിലും അതിൻ്റെ ലീഡേഴ്സും പറയുന്നത്. അതായത് വീണ്ടും പറയുന്നത്, പോളണ്ട് എന്ന് പറയുന്നത് യൂറോപ്പിനേക്കാളും നിങ്ങൾക്ക് പൊട്ടൻഷ്യലായിട്ടുള്ള രാജ്യമാണ്, നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. കാരണം ഇതെല്ലാം വായിച്ച് നോക്കിയാൽ മനസ്സിലാകുന്നത് പോളണ്ടായിരിക്കും വരാൻ പോകുന്ന ദിവസങ്ങളിൽ, വരാൻ പോകുന്ന വർഷങ്ങളിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന സാമ്പത്തിക സൈനിക രാജ്യം എന്ന് പറയുന്നത്.